ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമുക്ക് 103 സങ്കീർത്തനത്തിൽ നിന്നും ചില വേദഭാഗങ്ങൾ വായിക്കുകയും ആരാധനയോടുള്ള ബന്ധത്തിൽ ചില കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കുകയും ചെയ്യാം. ആദ്യമായിട്ട് 103 സങ്കീർത്തനത്തിൻ്റെ 3 വാക്യങ്ങൾ, 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗമേ അവൻ്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. അവൻ നിന്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു, നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. ദാവീദിന് തൻ്റെ ആത്മാവിനോട് പറയാനുള്ളത്, ആത്മാവേ ദൈവത്തെ നീ സ്തുതിക്കുക, ആത്മാവേ ദൈവത്തെ നീ ഓർക്കുക. തുടർന്ന് ആത്മാവിനോട് പറയുന്നത്, ആത്മാവേ ദൈവം നല്ലവനാണ്. ഈ വക കാര്യങ്ങൾ ദാവീദിനെ നല്ലവണ്ണം അറിയാം. പിന്നെ എന്തിനാണ് ദാവീദിൻ്റെ ആത്മാവിനോട് പറയുന്നത്? കാരണം ദൈവം ദാവീദിൻ്റെ ജീവിതത്തിലെ അനേക ഉപകാരങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ നഗ്നസത്യം ദാവീദ് പലപ്പോഴും മറന്നുപോയിട്ടുണ്ട്. ദാവീദ് പലപ്പോഴും ദൈവം ചെയ്ത ഉപകാരങ്ങൾ മറക്കുകയും ദൈവത്തെ സ്തുതിക്കുന്നതും അതിനുശേഷം ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതും മറന്നുപോയിട്ടുണ്ട്. എന്താണ് ഇതിൻ്റെ കാരണം? പലപ്പോഴും ദൈവാനുഗ്രഹം പ്രാപിച്ചതിന് ശേഷം ജഡത്തിന് വിധേയപ്പെട്ട് ജഡത്തിൻ്റെ നിയന്ത്രണത്തിൽ മാറിപ്പോകുന്നത് മാത്രമല്ല, ജഡത്തിന് നാം ആഹാരം കൊടുക്കുകയും ജഡം ശക്തി പ്രാപിക്കുകയും ആത്മാവിൻ്റെ ബലം ദിനം പ്രതി ക്ഷയം സംഭവിക്കുകയും ചെയ്യുന്നു. ഈ വസ്തുത മനസ്സിലാക്കിക്കൊണ്ട് ദാവീദ് തൻ്റെ ജീവിതത്തിലേക്ക് നോക്കിക്കഴിഞ്ഞപ്പോൾ, ദൈവം എന്നോട് ചെയ്തിട്ടുള്ള വന്നുപകാരങ്ങൾക്ക് ഞാൻ എന്തുകൊണ്ട് നന്ദി പറയുന്നില്ല? കാരണം ഒന്ന് മാത്രമേ ഉള്ളൂ, തൻ്റെ ജഡം അതിന് അനുവദിക്കുന്നില്ല. നാം വചനത്തിൽ കാണുന്നുണ്ടല്ലോ, ആത്മാവ് ഉരുക്കമുള്ളത് ജഡവും ബലഹീനമത്രേ. ഈ വസ്തുത മനസ്സിലാക്കിക്കൊണ്ടാണ് ദാവീദ് തൻ്റെ ആത്മാവിനോട് പറയുന്നത്. ദാവീദ് ആത്മാവിനെ വിളിക്കുന്നു, എന്നിട്ട് പറയുകയാണ്, ആത്മാവേ യഹോവയെ വാഴ്ത്തുക, ആത്മാവേ യഹോവയെ വാഴ്ത്തുക, ആത്മാവേ യഹോവ ചെയ്യുന്ന ഉപകാരങ്ങളൊന്നും മറക്കാതെ ഇരിക്കുക. ദൈവത്തെ സ്തുതിക്കുവാൻ ദാവീദിന് ധാരാളം കാരണങ്ങൾ ഉണ്ട്. ദൈവം അവനോട് ക്ഷമിച്ചു അനേക സന്ദർഭങ്ങളിൽ. അതുപോലെ തന്നെ വലിയ വലിയ ആപത്തിൽ നിന്ന് വലിയനായിരിക്കും ദൈവം ദാവീദിനെ രക്ഷിച്ചു. ദാവീദിന്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ഉപകാരം എന്നത് 3-ാം വാക്യത്തിൽ താൻ പറയുന്നുണ്ട്, അവൻ നിന്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു, സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. അതെ, ദാവീദ് പറയുകയാണ്, എനിക്ക് എൻ്റെ ദൈവത്തെ സ്തുതിപ്പാൻ വാഴ്ത്തുവാൻ അനേക കാര്യങ്ങളുണ്ട്. എന്നാൽ മുഖ്യമായിട്ട് പ്രധാനപ്പെട്ട ഒന്ന്, എൻ്റെ അകൃത്യം ദൈവം മോചിച്ചിരിക്കുന്നു, സകല രോഗങ്ങളിൽ നിന്ന് എനിക്ക് സൗഖ്യം തന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് ദാവീദിനോടൊപ്പം നമുക്കും നമ്മുടെ ആത്മാക്കളോട് നമുക്ക് വ്യക്തികളായിട്ട് പറയാം, എൻ്റെ ആത്മാവേ യഹോവയെ വാഴ്ത്തുക,
എൻ്റെ ആത്മാവെ യഹോവ ചെയ്ത ഉപകാരങ്ങൾ ഒന്നും മറക്കാതെ ഇരിക്കുക. ഇന്ന് ആരാധനയ്ക്കായിട്ട് കൂടി വന്നിരിക്കുമ്പോൾ ഏറ്റവും വലിയ ഉപകാരം ദൈവം നമ്മോട് ചെയ്തത് നമ്മുടെ അകൃത്യമൊക്കെ മോചിച്ചു, സകല രോഗങ്ങളെയും സൗഖ്യമാക്കി എന്നുള്ളതല്ലേ? നമ്മൾ ചിന്തിച്ചു നോക്കാം. എഫെസ്യർക്കെതിരെ 1-ാം അധ്യായം 7 ഇപ്രകാരം നാം വായിക്കുന്നുണ്ടല്ലോ, അവനിൽ നമുക്ക് അവന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പ് ഉണ്ട്. അതിക്രമങ്ങൾ എന്നിൽ നിന്നും നമുക്ക് മോചനം ലഭിച്ചത് അവന്റെ രക്തത്താലാണ് എന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 1 യോഹന്നാൻ 1:7 അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപം പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. നമ്മെ ശുദ്ധീകരിച്ചത് കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തമാണ്. ആ രക്തത്താലാണ് നമ്മെ കഴുകി ശുദ്ധീകരിച്ചത്. ആ രക്തം മുഖാന്തരമാണ് നാം നമ്മുടെ സകല പാപങ്ങൾക്കും ഒരു മാറ്റം വന്നത്. നമ്മുടെ കർത്താവ് ചെയ്ത ഉപകാരം നാവുകളാൽ വർണ്ണിക്കാൻ സാധ്യമല്ല. പിതാവായ ദൈവം തന്റെ ഓമനകുമാരനെ കാൽവരി ക്രൂശിൽ ഒരു യാഗമായിട്ട് അർപ്പിച്ചു. നമ്മുടെ സകല പാപവും ക്ഷമിച്ചു എന്ന് മാത്രമല്ല, ക്രൂശിൽ ചൊരിഞ്ഞ ചുടു ആ പരിശുദ്ധ രക്തത്താൽ നമ്മെ അവൻ ശുദ്ധീകരിച്ചു. അതെ, ഇന്ന് നാം അവന്റെ സന്നിധിയിൽ കൂടി വന്നിരിക്കുമ്പോൾ നമുക്കും പറയാം, കർത്താവ് നമ്മുടെയും എൻ്റെയും അകൃത്യം തൻ്റെ ക്രൂശ് രക്തത്താൽ മോചിച്ചിരിക്കുന്നു. 3-ാം വാക്യത്തിൻ്റെ 2-ാം ഭാഗത്ത് കാണുന്ന നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. ഇത് അനേകർ ചിന്തിക്കുമ്പോൾ ശരീരത്തെ സൗഖ്യമാക്കുന്നതിനെ പറ്റി അല്ല. കാരണം യെശയ്യാ 53:4-5 വാക്യങ്ങൾ നാം ഇപ്രകാരമാണ് വായിക്കുന്നത്: സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ പാപങ്ങളെ അവൻ ചുമന്നു. ഇവിടെ നമ്മുടെ സകല രോഗങ്ങളും എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ പാപത്തെയാണ്. നാം ദൈവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചും ഇരിക്കുന്നു എന്ന് വിചാരിച്ചു. എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നും ഇരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേലായി, അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. 103 സങ്കീർത്തനം 103 കാണുന്ന ചില അനുഗ്രഹങ്ങൾ എന്താണ് ഇവിടെ നമുക്ക് കാണുവാൻ വേണ്ടി? ഏതെല്ലാം അനുഗ്രഹങ്ങളാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്? അതെ, ഒന്നാമത്തെ കാണുന്നത് അകൃത്യമൊക്കെയും മോചിക്കുന്നു. രണ്ടാമതായിട്ട് സകല രോഗങ്ങളെയും അവൻ സൗഖ്യമാക്കുന്നു. മൂന്നാമതായിട്ട് ജീവനെ നാശത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നു. അഞ്ചാമതായിട്ട് ദയയും കരുണയും അണിയിച്ചിരിക്കുന്നു. വായ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു. യൗവനം കാട്ടുകഴിനെ പോലെ പുതുക്കി വരുത്തുന്നു. കരുണയും കൃപയും നിറയ്ക്കുന്നു. പാപങ്ങൾക്ക് ഒത്തവണ്ണം പകരം അവൻ ചെയ്തിട്ടില്ല. ലംഘനങ്ങളെ നമ്മോട് അകറ്റുന്നു. അവസാനമായി ദാവീദ് സകലരെയും ആഹ്വാനം ചെയ്യുന്നു. അതിൻ്റെ 21 അവന്റെ ഇഷ്ടം ചെയ്യുന്ന ശുശ്രൂഷകനായി അവന്റെ സകല സൈന്യങ്ങളുമായുള്ളവരെ യഹോവയെ വാഴ്ത്തുകയും. നോക്കുക, 1-ാം വാക്യത്തിൽ എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ ചെയ്ത ഉപകാരങ്ങളൊന്നും മറക്കരുതെന്ന് വ്യക്തിപരമായ രീതിയിൽ താൻ ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമ്പോൾ, എന്നാൽ 21-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ആ ഒരു ആരാധന, ദൈവത്തെ ആരാധിക്കേണ്ടതിനായിട്ട് താൻ പറയുകയാണ്, സകല സൈന്യങ്ങളുമായുള്ളവരെ കടന്നു വരിക, നമുക്ക് യഹോവയെ വാഴ്ത്താം, നമുക്ക് യഹോവയെ സ്തുതിക്കാം. അതേ പ്രിയരെ,
നമ്മുടെ ജീവിതത്തിൽ വ്യക്തിഗതമായിട്ട് ദൈവം നമ്മെ അനുഗ്രഹിച്ചു. നമുക്ക് സൗഖ്യം തന്നു. നമ്മുടെ അകൃത്യങ്ങളൊക്കെ മോചിച്ചു. നമ്മുടെ അസുഖങ്ങളൊക്കെയും നമുക്ക് മാറ്റിത്തന്നു. എന്നാൽ ഇന്ന് അത് മാത്രമല്ല, അങ്ങനെ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളായി നാം എല്ലാവരും ഇന്ന് ഒന്നിച്ചു വന്ന് ദൈവത്തെ വാഴ്ത്തുകയാണ്. നാമും ഇന്ന് കർത്താവിനെ സ്തുതിപ്പാനായി കടന്നു വന്നിരിക്കുകയാകുമ്പോൾ നമുക്ക് നമ്മോട് ക്രൂശ് മഹാദരൻ കാണിച്ചതായിരിക്കുന്ന മഹാദേവിയും കരുണയും നാം എല്ലാവരും ചേർന്ന് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഈ ആലോചനയാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവം നാം മഹത്വപ്പെടാനാകട്ടെ. ആമേൻ.